WMO കോളേജിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ക്യാമ്പസിൽ വരാൻ, കുട്ടികളെ കാണാൻ, അധ്യാപകരെ കാണാൻ, അനധ്യാപകരെ കാണാൻ, എല്ലാവരുമായി സംസാരിക്കാൻ സാധിച്ചത് ഒരു വലിയ അനുഭവമാണ്. 2021 ഒരു സ്ഥാനാർത്ഥിയായി WMO ക്യാമ്പസിലേക്ക് കടന്നു വന്നപ്പോൾ അന്നൊരു ഇന്ററാക്ഷന്റെ ഭാഗമായാണ് വന്നത്. അന്ന് ഇതേ സ്ഥലത്ത് ഞങ്ങൾ 3 സ്ഥാനാർത്ഥികൾ, ശ്രേയംസ് കുമാർ LDFന്റെ, സുബീഷ് BJPയുടെ, UDFന്റെ സ്ഥാനാർത്ഥിയായി ഞാനും ഉണ്ടായിരുന്നു. അന്ന് സെക്കൻഡ് ഇയർ PGക്ക് പഠിക്കുന്ന അമല എന്ന കുട്ടിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം മറ്റൊന്നുമല്ല, നിങ്ങൾ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഒരു നെറ്റിന്റെ പരീക്ഷ എഴുതാൻ ചുരമിറങ്ങി ഞങ്ങൾ താഴെ പോകേണ്ട സാഹചര്യം വരികയാണ്. ഈ ഗോത്രമേഖലയിലെ വിദ്യാർത്ഥികൾ, തോട്ടം തൊഴിലാളികളുടെ മക്കൾ, കർഷക തൊഴിലാളികളുടെ മക്കളായിട്ടുള്ള സാധാരണക്കാരുടെ ഇടമായ വയനാട്ടിൽ നിന്ന് തലേ ദിവസം പോയി ടാക്സി വിളിച്ച് റൂമെടുത്ത് പരീക്ഷ എഴുതി പിറ്റേ ദിവസം തിരിച്ചു വരാൻ സാധാരണക്കാരായ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല. ഇടപെടലുണ്ടാകുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. സ്ഥാനാർത്ഥിയായി കടന്നു വന്ന എനിക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു വയനാട്ടിൽ നീറ്റിൻ്റെയും നെറ്റിൻ്റെയും സെൻറ്റർ ഇല്ല എന്നുള്ളത്. അമല ഇന്ന് മാനന്തവാടി സ്വദേശിനിയാണ്. അമല ഇന്ന് ദുബൈയിലാണ് താമസിക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻ മാറിയതിന് ശേഷം ഫ്ലൈറ്റ് അവൈലബിലിറ്റി വന്ന സമയത്ത് ഡൽഹിയിൽ പോയി 3 തവണയാണ് അതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻസിന് നേതൃത്വം കൊടുത്തത്. UGC ആസ്ഥാനത്തും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആസ്ഥാനത്തും പോയി എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുത്ത് ശ്രീ രാഹുൽ ഗാന്ധിയുടെ അടക്കം പിന്തുണയോടുകൂടി ഇന്ന് വയനാട് ജില്ലയിൽ തുടർച്ചയായി ഇടതടവില്ലാതെ നീറ്റിൻ്റെയും നെറ്റിൻ്റെയും പരീക്ഷ നടക്കുക. ഏറെ അഭിമാനകരമാണ് ഈ മാറ്റം. കഴിഞ്ഞ വർഷം നീറ്റ് പരീക്ഷ നടന്നപ്പോൾ മെഡിക്കൽ ടീമിൻ്റെ അകമ്പടിയോടുകൂടിയാണ് നമ്മുടെ ജില്ലയിൽ പരീക്ഷ നടന്നത്. ഡീഹൈഡ്രേഷനോ കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ലാതെ പരീക്ഷ എഴുതാനുള്ള സംവിധാനമായിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ സെന്ററിൽ മേഖലയിൽ ഒരു ഡെഡിക്കേറ്റഡ് എക്സാമിനേഷൻ സെന്റർ വയനാട് ജില്ലയിൽ സ്ഥാപിക്കാൻ NMSM കോളേജിൽ DPR തയ്യാറാക്കി അതിൻ്റെ സ്ഥലമടക്കം ക്രമീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെയുള്ള പരിമിതി സർക്കാർ കൂടെ ഇല്ല എന്നുള്ളതാണ്. 2026 മെയ് മാസത്തിൽ UDF മുഖ്യമന്ത്രി വരും, ഗവൺമെൻറ് വരും, ഡെഡിക്കേറ്റഡ് എക്സാമിനേഷൻ സെൻറ്റർ വരും. ഹയർ എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റിൽ വലിയ മാറ്റങ്ങൾക്ക് നമ്മുടെ വയനാട് ജില്ലയിൽ നേതൃത്വം കൊടുക്കും. WMO ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കൊപ്പം UDF സ്ഥാനാർത്ഥിയായി ഇവിടെ കടന്നു വന്ന് നിങ്ങളുമായി സംവദിക്കാൻ സാധിച്ചത് ഒരു വലിയ അനുഭവമായി